ചെറിയ കാര്യങ്ങൾക്കായി സമയവും എനർജിയും ചിലവാക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാനായി സമയം തികയാതെ വന്നിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ എല്ലാ ദിവസവും നമ്മുടെ സമയം എങ്ങനെയാണ് വേസ്റ്റ് ആക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സമയം കൃത്യമായി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ടൈം മാനേജ്മെന്റ് ഇൻ 20 മിനിറ്റ്സ് എ ഡേ എന്ന ബുക്കിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഹോളി റെയ്സം ഹന്ന എന്ന ലേഖകയാണ് കൃത്യമായി ടൈം മാനേജ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ടൈം മാനേജ്മെന്റ് ഇൻ 20 മിനിറ്റ്സ് എ ഡേ എന്ന ബുക്ക് എഴുതിയത്. ടൈം മാനേജ്മെന്റിനെ പറ്റിയും എങ്ങനെയൊക്കെ ടൈം കൃത്യമായി ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുമൊക്കെയാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കഥയിലൂടെ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. ഒരിടത്ത് ഫിലോസഫി പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അയാളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടയിൽ ഒരു വലിയ ഒഴിഞ്ഞ ജാർ എടുത്തു. എന്നിട്ട് അതിലേക്ക് ഏകദേശം 2 ഇഞ്ചോളം വലിപ്പം വരുന്ന കല്ലുകൾ നിറയ്ക്കാൻ തുടങ്ങി. ജാറിൽ പൂർണ്ണമായി കല്ലുകൾ നിറച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടികളെയെല്ലാം വിളിച്ചിട്ട് ഈ ജാർ നിറഞ്ഞോ എന്ന് അയാൾ ചോദിച്ചു. ജാർ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ജാർ നിറഞ്ഞു എന്ന്. അപ്പോൾ അയാൾ ഒരു ബോക്സ് കുഞ്ഞു കല്ലുകൾ കൂടിയെടുത്ത് അതിലേക്ക് ഇട്ടു. എന്നിട്ട് ആ ജാറിനെ ചെറുതായി ഒന്ന് തട്ടി. അപ്പോഴേക്ക് ഈ ഇട്ട കുഞ്ഞു കല്ലുകളെല്ലാം വലിയ കല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പിലൂടെ ഇറങ്ങി ജാറിനുള്ളിൽ ഫില്ലായി. അതിനുശേഷം പ്രൊഫസർ കുട്ടികളോട് ജാർ നിറഞ്ഞോ എന്ന് ഒന്നുകൂടി ചോദിച്ചു. പിന്നെയും കുട്ടികൾ നിറഞ്ഞു സാർ എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ അവിടം കൊണ്ട് നിർത്താൻ പ്രൊഫസർ തയ്യാറായില്ല. അയാൾ പിന്നെയും കുറച്ച് മണലെടുത്ത് ജാറിനുള്ളിലേക്ക് നിറയ്ക്കുവാൻ തുടങ്ങി. അങ്ങനെ ജാറിനുള്ളിലുള്ള എല്ലാത്തിനെയും കവർ ചെയ്ത് ആ ജാർ നിറയെ മണൽ കൊണ്ട് മൂടി. എന്നിട്ട് ആദ്യത്തെ ചോദ്യം തന്നെ പ്രൊഫസർ കുട്ടികളോടായി റിപ്പീറ്റ് ചെയ്തു. അപ്പോഴും കുട്ടികൾ ജാർ നിറഞ്ഞു എന്ന് തന്നെ സമ്മതിച്ചു. പക്ഷേ ഇത്തവണ വേറൊന്നും കൊണ്ട് ജാർ നിറയ്ക്കാൻ പ്രൊഫസർ ശ്രമിച്ചില്ല. മറിച്ച് ആ ജാറിനെ എല്ലാവരുടെയും ജീവിതമായി കാണാൻ പറഞ്ഞു. എന്നിട്ട് അതിലിട്ട ഓരോ സാധനങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുന്ന ഓരോന്നായി കണക്കാക്കാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ജീവിത പങ്കാളി, കുട്ടികൾ, ആരോഗ്യം തുടങ്ങിയ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളെ അതിലെ വലിയ കല്ലുകളായും മറ്റ് കാര്യങ്ങളായ കാർ, വീട്, ജോലി തുടങ്ങിയവയെ അതിലെ കുഞ്ഞു കല്ലുകളായും ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ അതിലെ മണലായും കൺസിഡർ ചെയ്യാൻ പ്രൊഫസർ എല്ലാവരോടുമായി പറഞ്ഞു. ആദ്യം കല്ലുകളിടാതെ ആ ജാറിൽ മണൽ നിറച്ചിരുന്നുവെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നിനും ആ ജാറിൽ സ്പേസ് കിട്ടില്ലായിരുന്നു. ഇത് ജീവിതത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ചെറിയ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസും സമയവും എനർജിയും നഷ്ടമാക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾക്കായുള്ള സ്ഥലം ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരില്ല. സോ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. അതെങ്ങനെ കൃത്യമായി ചെയ്യാമെന്ന് ഈ ബുക്കിലൂടെ നമുക്ക് മനസ്സിലാകും. എന്നാൽ ടൈം മാനേജ്മെന്റിനെ പറ്റി പഠിച്ച് സമയം കളയുക എന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലേ? സോ ദിവസവും 20 മിനിറ്റ്സ് ടൈം മാനേജ് ചെയ്യുക. ആൻഡ് ഇത് പൂർത്തിയാകുമ്പോൾ ആദ്യം പറഞ്ഞ മണലില്ലേ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതിനെ എങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സമയം കൂടുതൽ ലഭിക്കാം എന്നും നമുക്ക് മനസ്സിലാകും. അപ്പോൾ തുടങ്ങുമല്ലേ? പിന്നെ ഇത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാനായി ഈ ബുക്കിനെ നമ്മൾ 6 ചാപ്റ്ററുകളായി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ അറിയേണ്ടത് 20 മിനിറ്റ് ടൈം മാനേജ്മെന്റ് എ ഡേ എന്നത് എന്താണെന്നാണ്. ടൈം മാനേജ്മെന്റ് ഇൻ 20 മിനിറ്റ്സ് എ ഡേ എന്നത് നമ്മളൊക്കെ ആഗ്രഹിച്ച അല്ലെങ്കിൽ സ്വപ്നം കണ്ട രീതിയിലുള്ള ഒരു ജീവിതം നേടിയെടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പേഴ്സണൽ ഗൈഡാണ്. എളുപ്പമുള്ളതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായ ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് നമുക്ക് ഈ ബുക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ബുക്ക് നമുക്ക് കൂടുതൽ സ്കില്ലുകൾ നേടിയെടുക്കാൻ സഹായിക്കും. മാത്രമല്ല, ഇതിലൂടെ ഡിജിറ്റൽ ടൂളുകളുടെ അഡ്വാൻറ്റേജും അതൊക്കെ കൃത്യമായി ഉപയോഗിക്കാനുള്ള ടിപ്സുകളും ട്രിക്കുകളും ലേഖക നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബുക്കിന്റെ ലേഔട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇതിൽ ഇംപ്ലിമെന്റേഷൻ സെക്ഷനും റിപ്പീറ്റേഷൻ സെക്ഷനും ഉണ്ട്. ഇതിലൂടെ നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിരവധി ടൂൾസിനെ പറ്റിയും റിസോഴ്സസിനെ പറ്റിയും നമുക്ക് അറിയാൻ സാധിക്കും. ഓതർ നിരവധി ടൈം മാനേജ്മെന്റ് ബുക്സും ആർട്ടിക്കിൾസും ഒക്കെ വായിക്കാറുള്ള ഒരാളായിരുന്നു. അവർ പല പല കലണ്ടേഴ്സും പ്ലാനേഴ്സും ഓൺലൈൻ പ്രൊഡക്റ്റീവ് ടൂൾസും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് രീതിയാണ് കൂടുതൽ എഫക്റ്റീവായി അവർക്ക് വർക്ക് ചെയ്യുന്നതെന്നും എന്താണ് വർക്ക് ആകാത്തതെന്നും ഒക്കെയുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത്രയും എക്സ്പെരിമെന്റ്സ് ചെയ്തത് കൊണ്ട് തന്നെ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതും പ്രൊസീജിയർ സിമ്പിളാക്കി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലി ചെയ്യാൻ കഴിയുന്നതുമായ ഒരു രീതി അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. അതുപോലെ സമയം ലാഭിച്ച് കുറച്ച് ജോലി ചെയ്ത് കൂടുതൽ പൈസ സമ്പാദിക്കുകയും അതിലേറെ ഫ്രീ ടൈം നേടാൻ പറ്റുന്നതുമായ ഒരു ടൂളിനെ പറ്റിയും ഓതർ പറഞ്ഞു തരുന്നുണ്ട്.
പുതിയ ഹാബിറ്റുകൾ ഉണ്ടാക്കുകയും വ്യത്യസ്തമായ സ്ട്രാറ്റജികൾ ട്രൈ ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. ഇതിനായി വേണ്ടത്ര എഫേർട്ടും സമയവും ഉണ്ടാക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇതിനുവേണ്ടി നമ്മുടെ പഴയ ശീലങ്ങളോ ബിഹേവിയറോ ഒക്കെ മാറ്റുകയാണെങ്കിൽ അത് നമ്മളെ വളരെയധികം അൺകംഫർട്ടബിൾ ആക്കിയേക്കാം. പക്ഷേ ഇതൊന്നും മാറ്റാതെ തന്നെ അതിനോടൊപ്പം കൂടുതൽ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഈ പ്രോസസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകും. ഇത്തരത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ സഹായിക്കുന്ന ഒരു 90 ഡേയ്സ് ചലഞ്ചിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. 90 ഡേയ്സിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ടൈം ഫോർ ഗ്രേറ്റ്നസ് കണ്ടക്ട് ചെയ്യുന്ന അഡ്വാൻസ് ആയിട്ടുള്ള 90 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. നിങ്ങൾ ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ തുടർന്നാൽ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്ന റിസൾട്ടും അതുപോലെയൊക്കെ തന്നെയായിരിക്കും. ഇനി ഒരു ദിവസം പോലും നിങ്ങളുടെ ഒരു ഡ്രീം ലൈഫ് ബിൽഡ് ചെയ്യാൻ, നിങ്ങളുടെ ബെസ്റ്റ് വെർഷനിൽ ജീവിക്കാൻ വേണ്ടി ആവശ്യമായ മാറ്റങ്ങൾ വരുത്താതെ ഇനിയും നിങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കരുത്. ഇനിയും നിങ്ങൾ സമയം കളയേണ്ടതില്ല. ഇത് നിങ്ങളുടെ മാറ്റത്തിനുള്ള സമയമാണ്. ഈ 90 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അവരുടെ ലൈഫിൽ സക്സസ് ആകാനും ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ബിൽഡ് ചെയ്തെടുക്കാനും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ കടന്നു പോകും. നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കോച്ചിങ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ ജീവിതത്തെപ്പറ്റിയും ഒരു ക്ലിയർ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആകും. നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് കടക്കാൻ വേണ്ടി എവിടെയൊക്കെ ഇംപ്രൂവ് ചെയ്യണം, എവിടെയൊക്കെ വർക്ക് തുടങ്ങണം എന്നതിൽ നിങ്ങൾക്ക് ക്ലിയർ ആകുകയും ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ഡയറക്ഷനിലേക്കാണ് സഞ്ചരിച്ച് തുടങ്ങേണ്ടത് എന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനാകും. പേഴ്സണലി നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫിൽ ക്ലിയർ ആയിട്ടുള്ള ഗോൾ ആൻഡ് വിഷൻ നിങ്ങളുടെ ലൈഫിൽ സെറ്റ് ചെയ്യാനുമാകും. ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ എന്തൊക്കെയോ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറില്ല. ജീവിതത്തിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷനും ഇന്റൻഷനും നിങ്ങൾക്കുണ്ടാകും. ആൻഡ് യു ഡെവലപ്പ് എ സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് മൈൻഡ് ദാറ്റ് ഈസ് അൺഷേക്കബിൾ. ജീവിതത്തിൽ ചലഞ്ചസിനെ തരണം ചെയ്യുന്ന ഏത് സിറ്റുവേഷനിലും സ്ട്രോങ് ആൻഡ് പോസിറ്റീവായി നിൽക്കുന്ന ക്വാളിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഡെവലപ്പ് ആകും. ഈ കോഴ്സ് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പിറകേക്ക് വലിക്കും. ഇവിടെ രണ്ടാമത് പറഞ്ഞത് നിങ്ങളുടെ ഒരു ഓപ്ഷൻ ആയിരിക്കില്ല. അതുമാത്രമല്ല, ഇക്കാര്യങ്ങൾ ലൈൻ ചെയ്യുക എന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് സീരിയസ് ആൻഡ് കമ്മിറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുത്തു തുടങ്ങും. അതിനായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോഗ്രാമാണിത്. എല്ലാം കൊണ്ടും പവർ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു കോച്ചിങ് പ്രോഗ്രാമാണിത്. ഈ ഫാസ്റ്റ് റീബൂട്ട് 90 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഉടൻ തന്നെ ജോയിൻ ചെയ്യാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ബുക്കിലേക്ക് മടങ്ങി വരാം. ഏറ്റവും നന്നായി നമുക്ക് വർക്കാകുന്നതും കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ കഴിയുന്നതുമായ രീതിയായിരിക്കും ഏറ്റവും നല്ല ടൈം മാനേജ്മെന്റ് സിസ്റ്റം. കാരണം എല്ലാവർക്കും ഒന്ന് തന്നെ ശരിയാവണമെന്നില്ല. പലർക്കും പല ടൈം മാനേജ്മെന്റ് സിസ്റ്റം ആകാം സെറ്റാകുന്നത്. സെൽഫ് പ്രൊഡക്റ്റീവ് ആകുന്നതിനായി നമ്മൾ ആദ്യം ചെയ്യാതിരിക്കേണ്ടത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ എടുത്ത് ഇമെയിലുകൾ, സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യരുത് എന്നാണ്. എന്നാൽ ഇത് മിക്കവരും ചെയ്യാറുള്ളതാണ്, അല്ലേ? എന്നാൽ അങ്ങനെ ചെയ്യാതെ പകരം രാവിലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ പ്രൊജക്റ്റുകളും വർക്കുകളും പ്രയോറിറ്റൈസ് ചെയ്തു വെക്കണം. അതിനുശേഷം നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുന്ന സമയത്ത് ആ ഉണ്ടാക്കിയ ലിസ്റ്റ് അടിസ്ഥാനമാക്കി ഓരോന്നും ചെയ്തു തീർക്കാനും ശ്രമിക്കണം. ഇതിനിടയിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ നോട്ടിഫിക്കേഷനും മറ്റ് അലർട്ടുകളും ഓഫാക്കി ഫോൺ ദൂരെ മാറ്റി വെക്കാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താൻ ചിലപ്പോൾ അതൊരു കാരണമായേക്കാം. ഓരോ ദിവസത്തിനും വേണ്ടിയുള്ള ഡെയിലി ഗോൾസ് സെറ്റ് ചെയ്തു വെക്കണം. അതിനുശേഷം ടൈം ലോക്ക്ഡ് ടെക്നിക്സ് ഉപയോഗിച്ച് ഇത് അച്ചീവ് ചെയ്യുകയും വേണം. ടൈം ലോക്ക്ഡ് ടെക്നിക് ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും ഒരു ദിവസം എത്ര സമയമാണ് നമ്മുടെ പക്കൽ ഉള്ളതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഇനി ഏതെങ്കിലും ആക്ടിവിറ്റി ഒരു ബ്ലോക്കിൽ ഫിറ്റ് ആകുന്നില്ല എന്നാണെങ്കിൽ ഒന്നുകിൽ അതിനെ വിടുക, അല്ലെങ്കിൽ അതിനെ അസൈൻ ചെയ്യുക, ഔട്ട്സോഴ്സ് ചെയ്യുക. അതുമല്ലെങ്കിൽ അതിനെ പിന്നെയും പ്രയോറിറ്റൈസ് ചെയ്യുക. ടൈം ലോക്ക്ഡ് ടെക്നിക് ഉപയോഗിക്കുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രയോറിറ്റി ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നതാണ്. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളോ ടാസ്കുകളോ ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ബുക്കിൽ ഒരു 30 മിനിറ്റ് ബ്ലോക്സ് ഓഫ് ടൈം എന്നത് ഓഥർ മെൻഷൻ ചെയ്യുന്നുണ്ട്.
നമുക്കും അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനായി ഒരു 30 മിനിറ്റ് ഓരോ ദിവസത്തെ ടാസ്കുകൾ കൊണ്ടും അപ്പോയിൻമെന്റ് കൊണ്ടും ഇമ്പോർട്ടൻ്റ് ടാസ്കുകൾ കൊണ്ടുമൊക്കെ ഫിൽ ചെയ്ത് നമുക്ക് പ്രയോറിറ്റി കൂടുതലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഓരോ കാര്യങ്ങൾക്കും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സമയമെടുത്തെന്ന് വരാം. അതുകൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന സമയത്തിന് നൽകണം. ഓരോന്നും ചെയ്തു തീർക്കാനുള്ള കൃത്യ ഷെഡ്യൂളുകൾ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ എല്ലാത്തിനും ഷെഡ്യൂളുകൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഓരോന്നും ചെയ്യാൻ എത്ര സമയം നമ്മുടെ പക്കലുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ സെൽഫ് പ്രൊഡക്റ്റീവ് ആകാൻ ചുറ്റിനുമുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാക്സിമം ഒഴിവാക്കണം. നിങ്ങളുടെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് മുന്നേ പറഞ്ഞേക്കണം. നിങ്ങൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ അത് അവരെ വിളിച്ചറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. ഇമെയിലുകളും സോഷ്യൽ മീഡിയകളും ഒക്കെ നാം ചിലവാക്കുന്ന സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോയേക്കാം. കാരണം അത്രത്തോളം സമയമാണ് നമ്മൾ ഒരു ദിവസം വേസ്റ്റാക്കി കളയുന്നത്. എന്നാൽ ഇമ്പോർട്ടൻ്റ് പ്രൊജക്റ്റുകൾ ചെയ്യുന്നതിനായി നമ്മൾ ഓരോ ആഴ്ചയും വേസ്റ്റാക്കി കളയുന്ന സമയം നമുക്ക് എവിടെ നിന്ന് തിരിച്ചു പിടിക്കാം? അധികം ചിന്തിക്കേണ്ടതില്ല. ഗോളുകൾ സെറ്റ് ചെയ്യാനും സ്പെസിഫിക്കും മെഷറബിളും അച്ചീവബിളും റെലവൻറ്റും ടൈംലിയുമായ സ്മാർട്ട് ഗോൾസിനെ പറ്റിയുള്ള റെഫറൻസും ഒക്കെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉപയോഗവുമില്ലാത്ത കാര്യങ്ങൾക്കായി കുറേ സമയം വേസ്റ്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ ടൈം മാനേജ് ചെയ്യുക എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. പാർട്ടികൾക്കും സ്ക്രോളിങ്ങിനായും ട്രാവലിങ്ങിനായും ഒക്കെ സമയം വെറുതെ വേസ്റ്റ് ആക്കാതെ നിങ്ങളെ കൂടുതൽ നന്നാക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന റിച്ചസ്റ്റും ഹെൽത്തിയുമായ ഒരു ക്ലബിൽ ജോയിൻ ചെയ്യുക. അത് നിങ്ങളുടെ സ്മാർട്ടായുള്ള ഗോളുകൾ പൂർത്തിയാക്കാൻ വളരെ സഹായിക്കും. സ്മാർട്ട്, മെഷറബിൾ, അച്ചീവബിൾ, റിസോഴ്സ്ഫുൾ, ടൈംലി ഒക്കെ ആയിട്ടുള്ളവ ആകണം. കാരണം ഇത് നിങ്ങൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ നേടിയെടുക്കാൻ സഹായിക്കും. അതുകൊണ്ട് വലിയ ഗോളുകൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ട പ്രയത്നങ്ങൾ എടുക്കുവാൻ തുടങ്ങുക. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നീങ്ങുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രയത്നിച്ചാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ അതിനെ ടൈം ബ്ലോക്കിൽ ഉൾപ്പെടുത്തണം. ദ 12 വീക്ക് ഇയർ എഴുതിയ ബ്രെയിൻ പി മോറനും ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ പല ഗോളുകളും നേടിയെടുത്തിട്ടുള്ളതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവർ 12 മാസം എടുക്കുന്ന ജോലിയാണ് അദ്ദേഹം 12 ആഴ്ചകൾ കൊണ്ട് ചെയ്തു തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അതിനൊക്കെ ടൈം ബ്ലോക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ ടു ഡു ലിസ്റ്റ് ഓർഗനൈസ് ചെയ്യുന്നതിനായുള്ള 5 സ്റ്റെപ്പുകളാണ് നോക്കാൻ പോകുന്നത്. നമ്മളിൽ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ജോലി ചെയ്യുന്നവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ? ഇത് ഉണ്ടാക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിന്റെ മെയിൻ റീസൺ കൂടുതൽ ടൈം മാനേജ്മെന്റിന്റെ ആവശ്യകതയാണ്. ജോലി ചെയ്തു തീർക്കാൻ കൂടുതൽ സമയം വേണമെങ്കിൽ നിങ്ങൾ ടൈം മാനേജ്മെന്റ് പഠിച്ചേ തീരുകയുള്ളൂ. ഇതിനായി ആദ്യം നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയുള്ള ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ഇനി പറയാൻ പോകുന്ന 5 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 1, ഇമ്പോർട്ടൻ്റ് ആയുള്ള വർക്കുകൾ ഒരു പേപ്പറിൽ എഴുതുക. ഇങ്ങനെ എഴുതി വയ്ക്കാതെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അത് ചെയ്യാതെ ഒരു പേപ്പർ എടുത്ത് ഇത് അതിലേക്ക് എഴുതി മനസ്സ് ഫ്രീ ആക്കുക. അപ്പോയിൻമെന്റ്സോ ജോലിയോ എന്തുമാകട്ടെ അത് എഴുതി സൂക്ഷിക്കുക. നമ്പർ 2, ഇതിൽ നിന്നും നമുക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് കണ്ടെത്തുക. അതുപോലെ കുറച്ച് ലേറ്റായി ചെയ്ത് തീർത്താൽ മതി എന്നുള്ള വർക്കും നോക്കി വയ്ക്കുക. നിങ്ങളുടെ ലിസ്റ്റിനെ അതിനുശേഷം 2 കോളമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ കോളത്തിൽ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതുക. രണ്ടാമത്തേതിൽ നാളെ ചെയ്താലും മതി എന്നുള്ളവയും. നമ്പർ 3, ഷോർട്ട് ടേമും ലോങ് ടേമുമായിട്ടുള്ള ഗോൾസ് ഉള്ള വർക്കുകൾ ടു ഡു ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഗോൾസ് നേടിയെടുക്കാൻ നെസസറി ആയിട്ടുള്ള സ്റ്റെപ്പുകൾക്ക് കൂടി പ്രയോറിറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്പർ 4, കൃത്യമായുള്ള ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യണം. അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട വർക്കുകൾ ആദ്യമേ തന്നെ ചെയ്തു തീർക്കണം. അല്ലാതെ ഒരു ഉപയോഗവും ഇല്ലാത്ത കാര്യങ്ങൾക്കായി വെറുതെ സമയം വേസ്റ്റ് ആക്കരുത്. ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നതിന് പകരം ആ ടൈമിൽ ഇനി ചെയ്യാനുള്ള വർക്കുകളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ നെസസറി അല്ലാത്ത വർക്കുകളൊക്കെ ടു ഡു ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യാം. നമ്പർ 5, ഒരു ടൈം ലോക്ക്ഡ് ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഇതിനായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ടാസ്കുകൾ നമ്മുടെ പ്ലാനറിലോ കലണ്ടറിലോ ഉള്ള ടൈം ബ്ലോക്സിൽ ഉൾപ്പെടുത്തി വെക്കണം. ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമുള്ളവ മാത്രം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം അങ്ങനെയുള്ളവയ്ക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയവ മാത്രം ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. എങ്കിൽ മാത്രമേ വർക്കുകളൊക്കെ കൃത്യസമയത്ത് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തു തീർക്കാനുള്ള ഫങ്ഷൻസിലേക്ക് നമ്മൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ വർക്കുകളൊക്കെ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ തുടങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ ടൈം കൃത്യമായി മാനേജ് ചെയ്യാനും നിങ്ങൾ പഠിക്കും. ഇത് വേണ്ട രീതിയിൽ യൂസ് ചെയ്താൽ
അത് നിങ്ങളുടെ ലൈഫ് കൂടുതൽ ഇംപ്രൂവ് ആക്കുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കും. സോ സമയം കളയാതെ ഇന്ന് തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. അടുത്തതായി ഒരു സ്റ്റോപ്പ് ഡൂയിങ് ലിസ്റ്റ് ഉണ്ടാക്കണം. ടു ഡു ലിസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ. സോ ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യരുത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം എന്ന് നോക്കാം. ഇതിനായി ആദ്യം സിമിലർ ആയുള്ള വർക്കുകൾ ലിസ്റ്റിൽ എഴുതി ചേർക്കണം. സോ ഇത് മനസ്സിലാക്കാൻ ആദ്യം നമ്മുടെ വീക്ക്നെസ്സുകൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. നമ്മൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൽ 2 കോളങ്ങൾ വരച്ചില്ലായിരുന്നോ? അതിൽ ഒന്നാമത്തേതിൽ ഇമ്മീഡിയറ്റ് ആയി ചെയ്തു തീർക്കേണ്ട വർക്കും മറ്റൊന്നിൽ പതുക്കെ മാത്രം ചെയ്തു തീർത്താൽ മതി എന്നുള്ള വർക്കുകളും അല്ലായിരുന്നോ? ഒബ്വിയസ്ലി ഇതിൽ ഒന്നാമത്തെ കോളത്തിലുള്ള വർക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കും. അതിനുശേഷം അടുത്ത കോളത്തിലുള്ള വർക്കുകൾ റിവ്യൂ ചെയ്യും. പക്ഷേ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ കാരണം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത വർക്കുകൾ പിന്നീട് കാണുമ്പോൾ നമുക്ക് അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി തോന്നുകയില്ല. രണ്ടാമത്തെ കോളം ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കിത് അനുഭവപ്പെടും. ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എസെൻഷ്യൽ ആയിട്ട് തോന്നാത്ത വർക്കുകൾ ഈ ലിസ്റ്റിൽ നിന്നും പുറത്താക്കണം. ഈ കാര്യം പറയുന്നത് പോലെ അത്രയ്ക്ക് എളുപ്പമല്ല. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായുള്ള ഒരു വർക്ക് പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തുന്ന തരത്തിലുള്ള ഒരു ടൈം ലോഗ് ഉണ്ടായേ തീരുള്ളൂ. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളോട് നോ പറയാൻ നമ്മളെല്ലാവരും പഠിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി ഓഥർ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞു തരുന്നുണ്ട്. ഇത് നോക്കുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമില്ലാത്തതെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. സ്വയം എക്സാജറേറ്റഡ് ആകുക, വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനാകാത്തതിനെ പറ്റി വിഷമിച്ചുകൊണ്ടിരിക്കുക, വീഡിയോസ് കണ്ട് ടൈം വേസ്റ്റ് ചെയ്യുക, ആർട്ടിക്കിൾസിലെ നെഗറ്റീവ് കമൻസ് വായിക്കുക, സ്മാർട്ട് ഫോൺ വെറുതെ ചെക്ക് ചെയ്യുക. ഇതുപോലെ ഒരു ഉപയോഗവുമില്ലാത്ത നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിർത്തി ഈ ലിസ്റ്റിലേക്ക് ആഡ് ആക്കേണ്ടതാണ്. ഫോക്കസ് ഉണ്ടാക്കണം. ചിലർ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നതിനായി ലിസ്റ്റുകൾ ഉണ്ടാക്കുകയും ഒരു ടൈം ലോഗ് തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും ഈ ടൈം ലോഗൊക്കെ ഉണ്ടെങ്കിലും വർക്കുകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കാറില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജോലിയിൽ പെട്ടുപോയതുകൊണ്ടാകാം അവർക്ക് അവരുടെ ഇമ്പോർട്ടൻ്റ് വർക്ക് കൃത്യമായി കംപ്ലീറ്റ് ആക്കാൻ കഴിയാതെ പോയത്. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇത്രയും പ്ലാനിങ്ങും സ്ട്രാറ്റജികളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവർ പല പ്രശ്നങ്ങളും നേരിടുന്നതെന്ന്? ഇതിന്റെ ഉത്തരം വളരെ സ്ട്രെയിറ്റ് ആണ്. കാരണം ടൈം ലോഗ് ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രം നമുക്ക് ടൈം മാനേജ് ചെയ്യാനോ വർക്കുകൾ കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാനോ കഴിയില്ല. ടൈം കൃത്യമായി മാനേജ് ചെയ്യണമെങ്കിൽ നമ്മളിതിൽ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. കാരണം നമ്മുടെ മുഴുവൻ ശ്രദ്ധയും വർക്കിലേക്ക് കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും നമുക്കത് സമയത്ത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുകയില്ല. ടൈം മാനേജ്മെന്റിന്റെ ഒരു മെയിൻ ഫാക്ടറാണ് ഫോക്കസ് എന്നുള്ളത്. എല്ലാ പ്രൊഡക്റ്റീവായുള്ള ബുക്കുകളിലും പറയുന്നത് പോലെ ഈ ബുക്കിലും പറയുന്നത് നമ്മുടെയൊക്കെ ശരിക്കുള്ള പ്രശ്നം ടൈം മാനേജ് ചെയ്യാൻ കഴിയാത്തതല്ല എന്നാണ്, മറിച്ച് കൃത്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇതിനെപ്പറ്റി കൂടുതലായി മൈൻഡ് മാനേജ്മെന്റ് നോട്ട് ടൈം മാനേജ്മെന്റ് എന്ന ബുക്കിൽ നിന്നും അറിയാൻ കഴിയുന്നതാണ്. അതുപോലെ ഫോക്കസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടി ടാസ്കിംഗ് പരിപാടികൾ നമ്മൾ മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. പകരം ഒരു കാര്യം മാത്രം ഒരു സമയം ചെയ്യുക. ഇനി നിങ്ങൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ചെയ്യുന്ന വർക്കുകളിൽ നിന്ന് നല്ല റിസൾട്ടുകൾ ഒന്നും തന്നെ ലഭിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഒരു സമയം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പഠിച്ചാൽ എല്ലാ ജോലികളും സമയത്ത് തന്നെ പൂർത്തിയാക്കാൻ കഴിയും. ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ പുറത്തു നിന്നുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ഈ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 1. എപ്പോഴും ടൈം മാനേജ്മെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആൻഡ് ഓൾസോ ടൈം ലോക്ക്ഡ് ടെക്നിക്കുകൾ യൂസ് ചെയ്ത് ടൈം മാനേജ്മെന്റ് പഠിക്കാൻ ശ്രമിക്കുക. 2. അത്രയ്ക്കും അത്യാവശ്യമായ ജോലികൾ മാത്രം ടു ഡു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. എങ്കിൽ മാത്രമേ വർക്കുകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ ലിസ്റ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഫങ്ഷൻസിൽ ഫോക്കസ് ചെയ്യുക. 3. അനാവശ്യ കാര്യങ്ങൾ ചെയ്ത് സമയം വേസ്റ്റ് ആകാതെ ഇരിക്കുക. 4. ഒരു ജോലി ചെയ്യുമ്പോൾ യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ മുഴുവൻ ഫോക്കസും അതിലേക്ക് തന്നെ നൽകി പൂർത്തിയാക്കാൻ ശ്രമിക്കുക. 5. ജോലിയും ജോലി ചെയ്യാനുള്ള സബ്ജക്റ്റും അതിനുള്ള ടൈം ലിമിറ്റും മനസ്സിൽ വെച്ചുകൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. സോ ഫ്രണ്ട്സ്, ഈ ബുക്കിൽ നിന്നും എങ്ങനെ ടൈം മാനേജ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. ഇതുപയോഗിച്ച് നമ്മുടെ ലൈഫ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ കഴിയും. മാത്രമല്ല നല്ല രീതിയിലുള്ള ചേഞ്ചസും ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനായി ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടാക്കണമെന്ന ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.
ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.